നമസ്കാരം. ഞാനിന്ന് പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത് ജനറൽ സയൻസിൽ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെയും അവ അളക്കുന്ന യൂണിറ്റുകളെക്കുറിച്ചാണ്. ഇന്ത്യയിലെ ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാം ഫേസ് ചെയ്യുന്ന കുട്ടികളും അവശ്യം അറിഞ്ഞിരിക്കേണ്ട ഫിസിക്സിലെ ഒരു പോർഷനാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, അവ അളക്കുന്ന യൂണിറ്റുകളെക്കുറിച്ചും അഥവാ യൂണിറ്റിൻ്റെ സിസ്റ്റത്തെക്കുറിച്ചും. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പോയിൻറ്റ്, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് രണ്ട് തരത്തിൽ ഉണ്ട് എന്നുള്ള വസ്തുതയാണ്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആർ ഓഫ് ടു ടൈപ്സ്. ഫസ്റ്റ് വൺ ഈസ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ദ സെക്കൻഡ് ഡിവിഷൻ ഈസ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് അഥവാ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്ന ക്വാണ്ടിറ്റികൾ. ഇങ്ങനെ രണ്ട് തരത്തിൽപ്പെട്ട ക്വാണ്ടിറ്റികളെക്കുറിച്ചുള്ള അത്യാവശ്യമായ അറിവ് ആദ്യം നമുക്കുണ്ടാവുക. എന്താണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് പ്രധാനമായിട്ട് 7 എണ്ണമുണ്ട്. 1 ലെങ്ത്, 2 മാസ്, 3 ടൈം, 4 ഇലക്ട്രിക് കറൻറ്റ്, 5 ടെമ്പറേച്ചർ, 6 ലുമിനസ് ഇൻറ്റൻസിറ്റി ആൻഡ് ദ 7th one is amount of substances. ഇങ്ങനെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് 7 തരമുണ്ട്. ഈ 7 തരത്തിൽപ്പെട്ട ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൽ നിന്നാണ് എല്ലാ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസും നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഡിറൈവ് ചെയ്തെടുക്കുന്ന ക്വാണ്ടിറ്റീസാണ് വെലോസിറ്റി, സ്പീഡ്, മൊമെൻറ്റം, ആക്സിലറേഷൻ മുതലായവ. സോ ഈ പോയിൻ്റാണ് വളരെ സിമ്പിളായിട്ട് ഓർത്തിരിക്കാവുന്ന 2 പോയിൻ്റുകളാണ് ഞാനിപ്പോൾ പ്രതിപാദിച്ചത്. ഒന്ന് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ലൈക്ക് ലെങ്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറൻറ്റ് എക്സെട്ര, ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ലൈക്ക് വെലോസിറ്റി, സ്പീഡ്, മൊമെൻറ്റം, ആക്സിലറേഷൻ എക്സെട്ര. ഇനി ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് അളക്കുന്ന യൂണിറ്റുകളെക്കുറിച്ചും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് അളക്കുന്ന യൂണിറ്റുകളെക്കുറിച്ചുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഉദാഹരണമായിട്ട് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയായ ലെങ്ത്, അത് അളക്കുന്ന യൂണിറ്റാണ് മീറ്റർ, സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ, കിലോമീറ്റർ മുതലായവ. ഇതിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന യൂണിറ്റ് മീറ്ററാണ്. അതുകൊണ്ട് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സിനെ കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ ലെങ്ത് അളക്കുന്ന യൂണിറ്റായിട്ട് നമ്മൾ മീറ്ററിനെയാണ് കാണുന്നത്. അതുപോലെ തന്നെ മാസ് അളക്കുന്ന യൂണിറ്റ് കിലോഗ്രാമാണ്. അതുപോലെ സമയം അളക്കുന്ന യൂണിറ്റ്, ടൈം അളക്കുന്നത് സെക്കൻഡ് വെച്ചിട്ട്. ഇതെല്ലാം ഫണ്ടമെൻ്റൽ യൂണിറ്റുകളാണെങ്കിൽ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസായ വെലോസിറ്റിയും അതുപോലെ സ്പീഡും ആക്സിലറേഷനുമെല്ലാം അളക്കുന്നതിന് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസും ഉണ്ട്. ഫോർ എക്സാമ്പിൾ, മീറ്റർ പെർ സെക്കൻഡാണ് വെലോസിറ്റി എന്ന ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി അളക്കുന്നതിന് ഉപയോഗിക്കുന്ന യൂണിറ്റ്. സോ മീറ്റർ പെർ സെക്കൻഡിനെ നമ്മളൊരു ഡിറൈവ്ഡ് യൂണിറ്റ് എന്ന് പറയും. അതുപോലെ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയേർഡ്, അതാണ് ആക്സിലറേഷൻ എന്ന ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി അളക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ്. സോ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയേർഡിനെ നമ്മൾ ഒരു ഡിറൈവ്ഡ് യൂണിറ്റ് എന്നും പറയും. അങ്ങനെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസും ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസും ഉള്ളതുപോലെ തന്നെ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സുകളും ഡിറൈവ്ഡ് യൂണിറ്റ്സുകളും ഉണ്ട്. യൂണിറ്റ്സുകളെക്കുറിച്ച് പ്രതിപാദിച്ച് കഴിയുമ്പോൾ അടുത്തതായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. എന്താണ് സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്സ്? പണ്ടുകാലം മുതൽ നമ്മൾ പലതരത്തിൽപ്പെട്ട യൂണിറ്റ് സിസ്റ്റംസും ഇന്ത്യയിൽ ഫോളോ ചെയ്തു വരുന്നുണ്ട്. ഇപ്പോൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷം ഇന്ത്യയിലെത്തിയ ബ്രിട്ടീഷുകാരുടെ FPS സിസ്റ്റം, അതിനുശേഷം വന്ന CGS സിസ്റ്റം,
അതിനുശേഷം ഉണ്ടായ MKS സിസ്റ്റം. ആ MKS സിസ്റ്റത്തിൻ്റെ മോഡിഫൈഡ് വേർഷനായ SI സിസ്റ്റമാണ് നമ്മൾ ഇന്ന് ഇവിടെ ഇന്ത്യയിലും ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും ഏറ്റവും സർവ്വസാധാരണമായിട്ട് ഉപയോഗിക്കുന്നത്. ഈ സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്സ് അതെന്താണ്? അതായത് നമ്മൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെ കുറിച്ചും ഫണ്ടമെൻ്റൽ യൂണിറ്റ്സിനെ കുറിച്ചും പറഞ്ഞതുപോലെ തന്നെ ഒരു സിസ്റ്റം, ഉദാഹരണമായിട്ട് FPS സിസ്റ്റം. ഈ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അവിടെ എപ്പോഴും ലെങ്ത് അളക്കുന്നത് F അഥവാ ഫൂട്ട് വെച്ചിട്ടായിരിക്കും, മാസ് അളക്കുന്നത് പൗണ്ടായിട്ടായിരിക്കും, സമയം അളക്കുന്നത് ടൈം അളക്കുന്നത് സെക്കൻഡായിട്ടായിരിക്കും. സോ ഫൂട്ട് പൗണ്ട് സെക്കൻഡ് FPS സിസ്റ്റം, ഇതാണ് നമ്മുടെ ഓൾഡ് ബ്രിട്ടീഷ് സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നത്. കാലാന്തരത്തിൽ അത് CGS സിസ്റ്റത്തിന് വഴിമാറി. CGS സിസ്റ്റം എന്നാൽ സെൻറ്റിമീറ്റർ ഗ്രാം സെക്കൻഡ്, CGS ആണ്. ഇതിനെ ഗേഷ്യൻ സിസ്റ്റം എന്ന പേരിലും അറിയപ്പെടും. കാരണം എക്സാംസിന് പലപ്പോഴും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് ഗേഷ്യൻ സിസ്റ്റം ഏതാണെന്നുള്ളത്. അപ്പോൾ അതിൽ CGS സിസ്റ്റം ഒരു ഗേഷ്യൻ സിസ്റ്റമാണ്. മൂന്നാമതായിട്ട് ഉള്ള സിസ്റ്റം, പ്രതിപാദിക്കേണ്ട സിസ്റ്റമാണ് MKS സിസ്റ്റം. അതായത് CGS സിസ്റ്റത്തിൻ്റെ ചില പരിമിതികൾ, അതായത് ലെങ്ത് സെൻറ്റിമീറ്റർ ആയിട്ടൊക്കെ എടുക്കുമ്പോൾ വളരെ വലിയ ദൂരങ്ങൾ എല്ലാം അളന്ന് രേഖപ്പെടുത്തുമ്പോൾ കൺവീനിയൻ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു യൂണിറ്റ് അല്ല സെൻറ്റിമീറ്റർ. സോ നമ്മൾ സെൻറ്റിമീറ്ററിനെ റീപ്ലേസ് ചെയ്ത് മീറ്ററാക്കി. 100 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു 1 മീറ്റർ. അങ്ങനെ MKS സിസ്റ്റം വന്നു. MKS സിസ്റ്റത്തിൽ ലെങ്ത് മീറ്ററായിട്ടും മാസ് ഗ്രാമിന് പകരം കിലോഗ്രാമായിട്ടും സമയം സെക്കൻഡായിട്ട് തന്നെയും അളന്നു തുടങ്ങി. അങ്ങനെ പുതിയ ഒരു സിസ്റ്റം MKS സിസ്റ്റം നിലവിൽ വന്നു. പക്ഷേ MKS സിസ്റ്റത്തിന് ആധുനിക സയൻസിൽ വളരെയധികം പരിമിതികളുണ്ടായി. പരിമിതികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധുനികമായ സയൻസിൽ, അതായത് സയൻസ് ഡെവലപ്പ് ചെയ്ത് വന്നപ്പോഴുണ്ടായ പല പുതിയ പുതിയ ക്വാണ്ടിറ്റികളും അളക്കുന്നതിനുള്ള യൂണിറ്റുകൾ MKS സിസ്റ്റത്തിൽ ഇല്ലാതെ വന്നപ്പോഴാണ് മോഡിഫൈഡ് ഫോം ഓഫ് MKS സിസ്റ്റമായിട്ട് SI സിസ്റ്റം നിലവിൽ വരുന്നത്. SI സിസ്റ്റത്തിലാകുമ്പോൾ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസും അളക്കുന്ന യൂണിറ്റുകളും 2 സപ്ലിമെൻ്ററി യൂണിറ്റുകളും ഉണ്ടായിരുന്നു. 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികൾ അളക്കുന്നത്. അപ്പോൾ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികൾ ഏതാണെന്നാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തത് ലെങ്ത്ത്, രണ്ടാമത്തത് മാസ്, 3 ടൈം, 4 ടെമ്പറേച്ചർ, 5 ഇലക്ട്രിക് കറണ്ട്, 6 ലുമിനസ് ഇൻറ്റൻസിറ്റി, 7 എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. ഈ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളും അതുപോലെ 2 സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റികളുണ്ട്, റേഡിയൻ ആൻഡ് സ്റ്റെറീഡിയൻ. അത് അളക്കുന്ന യൂണിറ്റുകളാണ്. ആംഗിളും അതുപോലെ സോളിഡ് ആംഗിളും അളക്കുന്ന യൂണിറ്റുകൾ. ഇങ്ങനെ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസും അവ അളക്കുന്നതിനുള്ള യൂണിറ്റുകളും. ഉദാഹരണം ലെങ്തും മീറ്റർ തന്നെ, മാസ് കിലോഗ്രാം, ടൈം സെക്കൻഡ്, ടെമ്പറേച്ചറിന് കെൽവിൻ എന്ന യൂണിറ്റാണ് ഉപയോഗിക്കുന്നത്. സെൽഷ്യസ്, ഡിഗ്രി സെൽഷ്യസ് അല്ല, ഡിഗ്രി കെൽവിനാണ്. അതുപോലെ ഇലക്ട്രിക് കറണ്ട് അളക്കുന്നതിന് ആംബിയർ എന്ന് പറയുന്ന യൂണിറ്റാണ് ഉപയോഗിക്കുന്നത്. ലുമിനസ് ഇൻറ്റൻസിറ്റി, പ്രകാശത്തിൻ്റെ ലുമിനസ് ഇൻറ്റൻസിറ്റി അളക്കുന്നതിന് കാൻഡേല എന്ന് പറയുന്ന യൂണിറ്റാണ് ബേസിക്കായിട്ട് നമ്മൾ SI സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നത്. അതുപോലെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് കാണാൻ മോൾ, അവഗാഡ്രോ നമ്പർ എല്ലാം പഠിച്ച കൂട്ടത്തിൽ നിങ്ങൾ ഒരുപക്ഷെ പഠിച്ച് കാണും മോളിനെ കുറിച്ച്. മോൾ എന്ന് പറയുന്ന യൂണിറ്റാണ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് അളക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് കൂടാതെ ഇപ്പോൾ 7 ബേസിക് ക്വാണ്ടിറ്റികൾ കൂടാതെ ആംഗിളുകൾ അടയ്ക്കേണ്ടി വരുമ്പോൾ നമ്മൾ റേഡിയൻ കേട്ട് കാണുമല്ലോ. റേഡിയനെ കുറിച്ച് പൈ 180 ഡിഗ്രി, അതിനെയാണ് പൈ റേഡിയൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ റേഡിയൻ എന്നുള്ളത് ഒരു ആംഗിൾ, സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റി
ആയ ആംഗിൾ അളക്കുന്നതിനുള്ള യൂണിറ്റായിട്ട് സപ്ലിമെൻ്ററി യൂണിറ്റായിട്ട് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ സ്റ്റെറീഡിയൻ സോളിഡ് ആംഗിൾ, ഇപ്പോൾ ഒരു ക്യൂബിൻ്റെ ഉൾഭാഗത്തുള്ള ആംഗിൾ അത് ഒരു സോളിഡ് ആംഗിളാണ്, അതായത് എക്സും വൈയും സെഡും ഉണ്ട്. അപ്പോൾ ആ ഭാഗത്തെ സോളിഡ് ആംഗിൾ അളക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് സ്റ്റെറീഡിയൻ. ഇത്രയും ചേർന്നാണ് SI സിസ്റ്റം നിലവിൽ വന്നിരിക്കുന്നത്. ഫിസിക്കൽ ക്വാണ്ടിറ്റികളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ രണ്ട് തരമെന്ന് ഞാൻ പറഞ്ഞു. അത് കൂടാതെ തന്നെ ഫിസിക്കൽ ക്വാണ്ടിറ്റികളെ നമ്മൾ രണ്ട് വിഭാഗങ്ങളായിട്ട് വേറെയും തിരിക്കുന്നുണ്ട്. അതായത് സ്കെയിലർ ക്വാണ്ടിറ്റീസ് ആൻഡ് വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന്. നമുക്ക് അറിയാം, ഇപ്പം മാസ്, അതുപോലെ സ്പീഡ്, വോളിയം, വർക്ക്, ടൈം, ഇതെല്ലാം നമ്മൾ പ്രതിപാദിക്കുമ്പോൾ അവയുടെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ നമ്മൾ പറയാറുള്ളൂ. ഇങ്ങനെ മാഗ്നിറ്റ്യൂഡ് മാത്രം പ്രതിപാദിക്കുന്ന അളവുകളെ നമ്മൾ സ്കെയിലർ ക്വാണ്ടിറ്റീസ് എന്ന് പറയും. എന്നാൽ ഒരു ഡിസ്പ്ലേസ്മെൻ്റ് ആണെന്ന് കരുതുക, അല്ലെങ്കിൽ വെലോസിറ്റി ആണെന്ന് കരുതുക, അല്ലെങ്കിൽ ഫോഴ്സ് ആണെന്ന് കരുതുക, ഇവയെല്ലാം പറയുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഏത് ദിശയിലേക്ക്, ഇൻ ടു വിച്ച് ഡിറക്ഷൻ എന്നുകൂടി നമ്മൾ പ്രതിപാദിക്കാറുണ്ട്. സോ അങ്ങനെ പ്രതിപാദിക്കുന്ന യൂണിറ്റുകളെ, ക്വാണ്ടിറ്റീസിനെ നമ്മൾ വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് പറയും. വെക്റ്റർ ക്വാണ്ടിറ്റീസിൻ്റെ എക്സാമ്പിൾസ് ആണ് വെലോസിറ്റി, ഡിസ്പ്ലേസ്മെൻറ്റ്, ഫോഴ്സ്, എക്സിലറേഷൻ, എക്സെട്ര. എന്നാൽ സ്കെയിലർ ക്വാണ്ടിറ്റീസിൻ്റെ എക്സാമ്പിൾസ് ആണ് മാസ്, സ്പീഡ്, വോളിയം, ടൈം, എക്സെട്ര എക്സെട്ര. നിങ്ങൾക്ക് സാധാരണ ചോദ്യങ്ങൾ വരുമ്പോൾ ഒരു ക്വാണ്ടിറ്റി തന്ന ശേഷം അത് ഏത് ടൈപ്പ് സ്കെയിലറാണോ വെക്ടറാണോ എന്ന് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ താഴെ പറയുന്ന 4 ഓപ്ഷൻസിൽ ഏതാണ് വെക്റ്റർ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഏതാണ് സ്കെയിലർ ക്വാണ്ടിറ്റി, ഇങ്ങനെ രീതിയിലും സാധാരണഗതിയിൽ ചോദിക്കാറുണ്ട്. ഇനി നമ്മൾ ഇത്രയും പറഞ്ഞ ആ ഡിസ്കസ് ചെയ്ത പോർഷൻസിൽ നിന്ന് സാധാരണയായിട്ട് വരുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എങ്ങനെയിരിക്കുമെന്നുകൂടെ നിങ്ങൾ പരിചയപ്പെട്ട് ഇരുന്നാൽ മാത്രമേ നിങ്ങളുടെ എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് വളരെ ഈസിയാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി സാധാരണ ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് ഞാനൊരു ചോദ്യം പറയാം. ദ യൂണിറ്റ്സ് യൂസ്ഡ് ടു മെഷർ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആർ നോൺ ആസ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ അതിന് ഓപ്ഷൻസ് ആയിട്ട് സ്ക്വയർ യൂണിറ്റ്സ്, ഡിറൈവ്ഡ് യൂണിറ്റ്സ്, ബേസ് യൂണിറ്റ്സ്, സ്കെയിലർ യൂണിറ്റ്സ് എന്നൊക്കെ പറയും. ഇതിൽ കറക്റ്റ് ആൻസർ ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്തതുപോലെ ഡിറൈവ്ഡ് യൂണിറ്റ്സ് ആണ് അതിൻ്റെ കൃത്യമായ ആൻസറായിട്ട് വരുന്നത്. അതുപോലെ മറ്റൊരു ചോദ്യം, ദ ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ഈസ് കോമൺലി റെഫേർഡ് ആസ്. ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? കോമൺലി അതെങ്ങനെയാണ് നമ്മൾ റെഫർ ചെയ്യുന്നത്? ഓപ്ഷൻസ് കൊടുക്കുന്നത് SI, ISU, SU, IU എന്നെല്ലാം നിങ്ങൾക്ക് ഓപ്ഷൻസ് വരും. സോ അതിൽ കറക്റ്റ് ആൻസർ SI ആണ്. ഓക്കെ, ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ SI യൂണിറ്റ്സ് ആണ്. അതുപോലെ ദ ബേസ് ക്വാണ്ടിറ്റി എമംഗ് ദ ഫോളോവിങ് എന്ന് പറഞ്ഞ ഒരു 3-4 ഓപ്ഷൻസ് നിങ്ങൾക്ക് തന്നാൽ, ഇപ്പോൾ സ്പീഡ്, വെയ്റ്റ്, ലെങ്ത്, ഏരിയ, ഈ 4 എണ്ണത്തിൽ ഏതാണ് ബേസ് ക്വാണ്ടിറ്റി എന്ന് ചോദിച്ചാൽ സ്പീഡ് ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്, വെയ്റ്റ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്, ഏരിയ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. സോ ലെങ്ത് ഈസ് ദ ബേസ് ക്വാണ്ടിറ്റി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ യൂണിറ്റ് ഓഫ് ടൈം. 4 ഓപ്ഷൻ കൊടുക്കുന്നു, ഈ രീതി കൊടുത്തിരിക്കുന്നു: സെക്കൻഡ്, മിനിറ്റ്, അവർ, ലൈറ്റ് ഇയർ. ഇതിൽ ഏതാണ് ടൈമിൻ്റെതല്ലാത്ത ഒരു യൂണിറ്റ്? സ്വാഭാവികമായിട്ടും നമുക്ക് ലൈറ്റ് ഇയർ കാണുമ്പോൾ തോന്നിപ്പോകും, ഇയർ എന്ന് കാണുമ്പോൾ അത് ടൈമിൻ്റെതാണെന്ന് തോന്നിപ്പോകും. പക്ഷേ ലൈറ്റ് ഇയർ നമ്മൾ ഡിസ്റ്റൻസ് അളക്കുന്ന യൂണിറ്റാണ്. സോ ലൈറ്റ് ഇയർ ആണ് അതിൻ്റെ ശരിയായ ഉത്തരം. മറ്റൊരു ചോദ്യം നോക്കിക്കേ. ആംബിയർ സെക്കൻഡ് ഈസ് എ യൂണിറ്റ് ഓഫ് കറൻറ്റ്, ചാർജ്, എനർജി, പവർ. ആംബിയർ സെക്കൻഡ് ആണ് കേട്ടോ. ആംബിയർ സെക്കൻഡ് ഈസ് എ യൂണിറ്റ് ഓഫ്. കറണ്ട് കാണുമ്പോൾ നമ്മളറിയാതെ ആൻസർ എഴുതിപ്പോകും, പക്ഷേ ചാർജാണ് ശരിയായ ഉത്തരം. അതുപോലെ അടുത്ത ചോദ്യം നോക്കിക്കേ. സ്കെയിലർ ക്വാണ്ടിറ്റീസ് ആർ കംപ്ലീറ്റ്ലി ഡിസ്ക്രൈബ്ഡ് ബൈ ദെയർ യൂണിറ്റ്, ഏരിയ, ഡിറക്ഷൻ, മാഗ്നിറ്റ്യൂഡ്
ഞാനിപ്പോൾ പറഞ്ഞാണ് സ്കെയിലർ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. സോ ഈ ഓപ്ഷനിൽ യൂണിറ്റ് എന്നും ഏരിയ എന്നും ഡിറക്ഷൻ എന്നും മാഗ്നിറ്റ്യൂഡ് എന്നും പറയുന്നതിൽ മാഗ്നിറ്റ്യൂഡാണ് ശരിയായ ഉത്തരം വരുന്നത്. അതുപോലെ ക്വാണ്ടിറ്റി ഡിസ്ക്രൈബ്ഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡിറക്ഷൻ ബോത്ത് ആർ കോൾഡ് സ്കെയിലർ ക്വാണ്ടിറ്റി, വെക്ടർ ക്വാണ്ടിറ്റി, യൂണിറ്റ് ക്വാണ്ടിറ്റി, ഓൾ ഓഫ് ദി എബവ്. വെക്ടറാണ്, സോ അവിടെ മാഗ്നിറ്റ്യൂഡ് ഡിറക്ഷൻ ഉണ്ടാകും എന്ന് പറഞ്ഞു കഴിഞ്ഞു. സോ ദ ആൻസർ ഈസ് വെക്ടർ. അതുപോലെ മാസ്, ലെങ്ത്, സ്പീഡ്, വർക്ക്, ടൈം, എനർജി ആർ എക്സാമ്പിൾസ് ഓഫ്. ഇവയുടെ എല്ലാം ഒരു കോമൺ ആയിട്ട് പ്രത്യേകത എന്താണ്? ഇവയെല്ലാം എന്തിൻ്റെ എക്സാമ്പിളാണ്? ഓപ്ഷൻസ് നോക്കുക. വെലോസിറ്റി, സ്കെയിലർ, വെക്ടർ, ഡിസ്പ്ലേസ്മെൻറ്റ്. ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന എല്ലാ ക്വാണ്ടിറ്റീസും എന്താണ്? അവയെല്ലാം സ്കെയിലറാണ്. അതുപോലെ താഴെ കൊടുത്തിരിക്കുന്ന എമംഗ് ദ ഫോളോയിങ് ദ സ്കെയിലർ ക്വാണ്ടിറ്റി ഈസ് ലെങ്ത്, മാസ്, വോളിയം, ഓൾ ദി എബവ്. ഇതിൽ സ്കെയിലർ ക്വാണ്ടിറ്റി ഏതാണ്? മുകളിൽ കൊടുത്തിരിക്കുന്ന എല്ലാം സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ധാരാളം ചോദ്യങ്ങൾ കൂടെ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയാൽ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം നടക്കുമ്പോഴും ബേസിക്കായിട്ട് നടക്കുന്ന SSC ആയാലും UPSC ആയാലും എല്ലാം ബേസിക് ലെവലിൽ നടക്കുന്ന ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉത്തരം എഴുതുവാൻ സാധിക്കും. ഓക്കെ, റിലാക്സ് ആൻഡ് സ്റ്റഡി വെൽ.